Hi everyone, എല്ലാവരും സുഖമായിരിക്കുന്നോ? This is Dr. Manjula here, Academic Coordinator and Director of Manjula's Nurses Learning Academy. അപ്പോൾ DMEയുടെ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി ഒരു 4 മുതൽ 6 മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ അവസരത്തിൽ ഞങ്ങളുടെ അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മഞ്ജുലാസ് നഴ്സസ് ലേണിംഗ് ആപ്പ്. ഇതിനകത്ത് എൻ്റെ 28 വർഷത്തെ എക്സ്പീരിയൻസും പിന്നെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം പഠിപ്പിച്ച എക്സ്പീരിയൻസ് എല്ലാം ചേർത്തുകൊണ്ട് ക്യൂറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കോണ്ടൻറ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഏറ്റവും മസ്റ്റ് നോ ഏരിയാസ് എന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് മാക്സിമം ഗുഡ് റാങ്ക് എങ്ങനെ കരസ്ഥമാക്കാം, ആ ഒരു ഐഡിയോളജിയിലാണ് നമ്മൾ ഈ ആപ്പ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 250 പകരം വീഡിയോസ് ഉണ്ട്, തിയറി വീഡിയോസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ MCQ ഡിസ്കഷൻസ് ഉണ്ട്, പിന്നെ 2000-ഓളം MCQs മാത്രമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് PDF-ഉം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നോട്ട്സിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെയും ഒക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെറും 5999 എന്ന മോഡറേറ്റ് റേഞ്ചിലാണ്. അതും 6 months വാലിഡിറ്റി ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ താമസിയാതെ എല്ലാവരും പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, റെഡി ആവുക എക്സാമിനേഷന്. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ? നോക്കൂ, നിങ്ങൾക്കായിട്ടൊരു ചോദ്യം ഇവിടെ. A patient is diagnosed with heart failure and is prescribed a potassium sparing diuretic. Which electrolyte imbalance should the nurse monitor for? Hypokalemia, hyperkalemia, hypocalcemia, hypercalcemia. ഏതാ മോണിറ്റർ ചെയ്യുക? കിട്ടിയോ ഉത്തരം? ഹൈപ്പർ കലീമിയ. എന്തുകൊണ്ടാണിത്? ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടാഷ്യത്തിന് റീറ്റെയിൻ ചെയ്യും, എക്സസ് ഫ്ലൂയിഡിനെല്ലാം കളയും, പക്ഷെ ഒപ്പം പൊട്ടാഷ്യത്തിന് റീറ്റെയിൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്താ പറ്റുന്നത്? ബ്ലഡിൽ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽസ് കൂടും, ഹൈപ്പർ കലീമിയ ഉണ്ടാവും. ഹൈപ്പർ കലീമിയ ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്? അരിത്മിയ ഉണ്ടാവാം. സോ എപ്പോഴും പൊട്ടാഷ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ keep monitoring potassium levels, make sure that it is within the normal range. ഇല്ലെങ്കിൽ dangerous problem എന്താണ്? arrhythmia, right? Okay, so for more content please subscribe, share and like our videos, watch our YouTube channel. Thank you very much.